ഹായ് ഓൾ, നീറ്റ് 2023 കഴിഞ്ഞു അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരുപാട് അനാലിസിസ് ഒക്കെ നമ്മൾ കണ്ടു. ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ഒക്കെ ഒരുപാട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതിലെ ഓരോ സബ്ജക്റ്റും അല്ലേ, ബയോളജി എങ്ങനെ ഉണ്ടായിരുന്നു, കെമിസ്ട്രി, ഫിസിക്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ഒരുപാട് തരത്തിലുള്ള സ്റ്റുഡൻസിൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്നൊക്കെ ഉള്ള ഒരുപാട് അനാലിസിസ് വീഡിയോസൊക്കെ ഓൾറെഡി നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ എനിവേ അതിലൊക്കെ പൊതുവെ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ അതൊക്കെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. പൊതുവെ ബയോളജി ഇപ്രാവശ്യം കുറച്ചുകൂടി ഈസി ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ കെമിസ്ട്രി കുറച്ചും കൂടി കൺഫ്യൂസിങ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എനിവേ ആ അനാലിസിസിലൊക്കെ ഒരു നീറ്റ് എഴുതുന്ന ആളുകൾക്ക് എങ്ങനെ, അല്ലെങ്കിൽ അപ്പിയർ ചെയ്യുന്ന കുട്ടികൾക്ക് എങ്ങനെ എന്നുള്ളതായിരിക്കുമല്ലോ സ്വാഭാവികമായി ഉണ്ടാവുക. പക്ഷെ ഞാൻ അതിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് ഇവിടെ വിശദീകരിക്കുന്നത് നീറ്റ്, അതായത് +2 കഴിഞ്ഞിട്ട് എഴുതുന്ന എൻട്രൻസ് എക്സാം ആയിട്ടുള്ള മെഡിക്കൽ എൻട്രൻസ് എക്സാം ഹൈസ്കൂളിലെ കുട്ടികൾ എഴുതിയാൽ എങ്ങനെ ഉണ്ടാകും എന്നുള്ളതാണ് ഞാൻ ഇവിടെ പരിശോധിക്കാൻ പോകുന്നത്. സാധാരണ ജസ്റ്റ് ഹൈസ്കൂളിലെ സ്കൂൾ പഠിക്കുന്നത് പോലെ പഠിച്ചു പോകുന്ന സ്റ്റുഡൻസിനെ കുറിച്ചല്ല. സ്വാഭാവികമായും പിന്നെ +2 കഴിഞ്ഞിട്ട് എഴുതുന്ന എക്സാംസിൽ കാര്യമായി നമുക്ക് പഠിക്കാൻ സാധിച്ചോളുന്നില്ല, അല്ലെങ്കിൽ പെർഫോം ചെയ്യാൻ സാധിച്ചോളുന്നില്ല. പക്ഷേ നമ്മൾ കുറച്ചുകൂടിയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് നേരത്തെ ഈ എൻട്രൻസ് പ്രിപ്പറേഷനൊക്കെ തുടങ്ങുന്ന ഫൗണ്ടേഷൻ പ്രോഗ്രാമുകളൊക്കെ ചെയ്യുന്ന കുട്ടികൾക്ക് എങ്ങനെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ XandY ലേണിങ്ങിൻ്റെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിന് എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മളത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ വർക്ക് ബുക്കുകളും പിന്നെ അതിൻ്റെ ക്ലാസ്സുകളിലൂടെയൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന ആ ഒരു സിലബസ് വെച്ചുകൊണ്ട് ഇപ്രാവശ്യത്തെ നീറ്റിൻ്റെ ക്വസ്റ്റ്യൻസിനെ ഒന്ന് പരിശോധിച്ച് നോക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ 8, 9, 10 ക്ലാസ്സുകളിലെ കുട്ടികൾ +2 കഴിഞ്ഞിട്ട് എഴുതുന്ന എൻട്രൻസ് എക്സാം എഴുതി അങ്ങനെ ഉണ്ടാകും എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് പൊതുവേ തോന്നിയിട്ടുള്ളത് ബയോളജിയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫിസിക്സ് ഓൾറെഡി വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടാകും. കെമിസ്ട്രിയുടെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ആവുന്നതാണ്. അപ്പോൾ അതൊക്കെ ഈ ബയോളജി പരിശോധിച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഫൗണ്ടേഷനിൽ നമ്മൾ കവർ ചെയ്യുന്ന ഒരുപാട് ഏരിയാസിൽ നിന്നുള്ള ചോദ്യങ്ങൾ ആവർത്തിച്ച് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മുടെ വർക്ക് ബുക്കിലൊക്കെ ഉള്ള ലെവൽ 3 ക്വസ്റ്റ്യൻസ് ഒക്കെ പൂർണ്ണമായും ചെയ്തിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഇപ്രാവശ്യത്തെ നീറ്റ് എക്സാമിൽ നിന്നും നേരിട്ട് തന്നെ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കുക. കുറച്ച് ഉദാഹരണങ്ങൾ മാത്രം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കാം. നീറ്റിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേജസ് ഓഫ് മിയോസിസ് ഇൻവോൾവ്സ് ഡിവിഷൻ ഓഫ് സെൻട്രോമിയേഴ്സ്. സെൻട്രോമിയേഴ്സ് ഡിവൈഡ് ചെയ്യുന്ന എവിടെ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ഏത് സ്റ്റേജിൽ വെച്ചാണെന്നുള്ള ആ ഒരു സെൽ ഡിവിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ ഒരു ഭാഗം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫൗണ്ടേഷനിൽ 9ാം ക്ലാസ്സിലെ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ചോദ്യം പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു കാര്യം പഠിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എന്താ വെച്ചാൽ, ഈ ഒരു കാര്യം പറയുമ്പോൾ സെൻട്രോമിയർ ഡിവിഷൻ പറയുമ്പോൾ ഞാൻ ക്ലാസ്സിൽ അത് 2 കഷ്ണാക്കിയിട്ട് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പോകുന്നതൊക്കെ വരച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കുട്ടികൾ XandYയുടെ ഫൗണ്ടേഷൻ കുട്ടികൾ 9ാം ക്ലാസ്സിൽ തന്നെ അത് പഠിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന കാര്യം. അപ്പോൾ 9ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നൊരു ചോദ്യമായിരുന്നു അത് ഫൗണ്ടേഷൻ സ്റ്റുഡൻസിന്. ഓക്കെ, പിന്നെ ഉള്ളത് സെൽ ഡിവിഷനായിട്ട് ബന്ധപ്പെട്ടാണ് സെൽ ബയോളജിയിൽ ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് M ഫേസ്, G2 ഫേസ്, ക്യുസൻസൈറ്റ്, അതുപോലെ തന്നെ G1 ഫേസ്. ഇതിൻ്റെ അതിനെ മാച്ച് ദ ഫോളോയിങ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഫേസസിനെ കുറിച്ചൊക്കെ തീർച്ചയായും നമ്മൾ +1 +2 പഠിക്കുന്നുണ്ട്. പക്ഷേ നമ്മളെ ഫൗണ്ടേഷനിൽ നേരത്തെ പറയുന്ന പോലെ 9ാം ക്ലാസ്സിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഏരിയാസ് കവർ ചെയ്യുന്നുണ്ട്. നമ്മുടെ വർക്ക് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. ഈ ഒരു സെൽ ഡിവിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിഫറെൻറ്റ് സ്റ്റേജസ്, സെൽ സൈക്കിളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ വർക്ക് ബുക്കിൽ കാണാൻ സാധിക്കും. നമ്മുടെ ക്ലാസ്സുകളിലും അത് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം, അത്തരം ക്വസ്റ്റ്യൻസ് ഒരുപാടെണ്ണമുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മുടെ ഫൗണ്ടേഷൻ സ്റ്റുഡൻസിനൊക്കെ ചെയ്യാൻ സാധിക്കും. പല ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ വന്നിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അടുത്തൊരു ചോദ്യം 117ാമത്തെ ചോദ്യമാണ്, സ്പ്രേയിങ് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫൈറ്റോ ഹോർമോൺസ് ഓൺ ജുവനൈൽ കോണിഫസ് ഹെൽപ്പ് ഇൻ ഹാസ്റ്റിംഗ് ദ മെച്യൂരിറ്റി പീരീഡ് ദാറ്റ് ലീഡ്സ് ടു ഏർലി സീഡ് പ്രൊഡക്ഷൻ. അത് നമുക്കറിയാം, പ്ലാന്റ് ഹോർമോൺസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യമാണ്. അബ്സിസിക് ആസിഡ്, ഇൻഡോൾ ബ്യൂട്ടേറിക് ആസിഡ്, അതുപോലെ തന്നെ ജിബോലിക് ആസിഡ്, സിയാറ്റിൻ എന്നൊക്കെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലാന്റ് ഹോർമോൺസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ ഭാഗം നമ്മുടെ ഫൗണ്ടേഷനിൽ യഥാർത്ഥത്തിൽ 10ാം ക്ലാസ്സിൽ തന്നെ ഡീറ്റെയിൽ ആയി അത് വിശദീകരിക്കപ്പെടുന്നുണ്ട്. ഒരുപാട് ചോദ്യങ്ങൾ അബ്സിസിക് ആസിഡുമായിട്ട് ബന്ധപ്പെട്ടും പിന്നെ ജിബോലിനുമായിട്ട് ബന്ധപ്പെട്ടും ജിബോലിക് ആസിഡുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ വർക്ക് ബുക്കിൽ ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുണ്ട്. എനിക്ക് വളരെ സന്തോഷം തോന്നിയ കാര്യം എന്താ വെച്ചാൽ, നേരത്തെ കണ്ട ഈ ഒരു
ഒരു ചോദ്യത്തിൻ്റെ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഓപ്പോസിറ്റായി വരുന്നത്, ആബ്സിസിക് ആസിഡും അതുപോലെ തന്നെ ജിബലിക് ആസിഡും ഒക്കെ അതിൻ്റെ ആക്ഷൻ എങ്ങനെ അൻറ്റഗോണിസ്റ്റിക് ആയി വരുന്നു എന്നുള്ള അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മുടെ വർക്ക് ബുക്കിൽ ജസ്റ്റ് ചോദ്യങ്ങൾ മാത്രമല്ല ഉണ്ടാവുക, കുറച്ച് എക്സ്പ്ലനേഷൻ ആവശ്യമായിട്ടുള്ള ചോദ്യങ്ങളുടെ എക്സ്പ്ലനേഷൻസും നമ്മൾ വർക്ക് ബുക്കിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വർക്ക് ബുക്കിൽ 76 ക്വസ്റ്റ്യൻസിൻ്റെ എക്സ്പ്ലനേഷനായിട്ട് ഇതേ ചോദ്യത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ രൂപത്തിൽ കൃത്യമായി പഠിച്ചു പോകുന്ന ഫൗണ്ടേഷൻ നന്നായി ഫോളോ ചെയ്ത് പോകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ അവർ ഈ ഒരു ഹൈസ്കൂൾ പ്രായത്തിൽ തന്നെ കവർ ചെയ്ത് പോകുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ ഞാൻ പറയുന്നത് കവർ ചെയ്ത് പോകുക എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ നമ്മളവരെ +1 +2 സിലബസ് പഠിപ്പിക്കുകയല്ല, മറിച്ച് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം പിന്നെ ഈ പ്ലാന്റ് ഹോർമോൺസായിട്ട് ബന്ധപ്പെട്ട് ഓൾറെഡി അവരെന്ത് ചെയ്യുന്നുണ്ട്, എൻഡോക്രൈൻ സിസ്റ്റം അല്ലെങ്കിൽ ഹോർമോണൽ സിസ്റ്റം ഓൾറെഡി പഠിക്കുന്നുണ്ട്, 10ാം ക്ലാസ്സിൽ അവർ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ മുന്നിൽ കണ്ടുകൊണ്ട് +1 +2 സിലബസ് കൂടി മുന്നിൽ കണ്ടുകൊണ്ട് ഇത്തരം കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യുകയും അതിൻ്റെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കൂടി അവരെ കൊണ്ട് ഫെമിലിയറൈസ് ചെയ്യുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അവർക്ക് ഒരു ഓവർ ബേർഡനായി തോന്നുന്നില്ല എന്നുള്ളതാണ് കുട്ടികളിൽ നമുക്ക് ലഭിക്കുന്ന ഫീഡ്ബാക്ക്. ഓവർ ബേർഡനായി തോന്നാതെ, കാരണം അവർ ഓൾറെഡി പിന്നെ ഹോർമോൺസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, അതേ കാര്യം പ്ലാന്റ്സിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് കൂടുതൽ പഠിക്കുകയും അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്യുമ്പോഴും അവർക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ നിലക്ക് വളരെ പിന്നെ സിമ്പിളായി തന്നെ ഇത്തരം ക്വസ്റ്റ്യൻസ് നമ്മുടെ ഫൗണ്ടേഷൻ സ്റ്റുഡൻസിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇനി ഈ ഒരു ചോദ്യം ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്, ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ലൈവ് ക്ലാസ്സുകളിലും അതുപോലെ തന്നെ വർക്ക് ബുക്കിലൊക്കെ സെയിം ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അമംഗ് യൂക്കാരിയോട്സ് റെപ്ലിക്കേഷൻ ഓഫ് DNA ടേക്ക് പ്ലേസ് ഇൻ. ഞാൻ എന്നോട് പറയുന്നത് വെച്ചാൽ ഫൗണ്ടേഷൻ സ്റ്റുഡൻസ് ഒക്കെ നമ്മുടെ XandYയുടെ ഫൗണ്ടേഷൻ സ്റ്റുഡൻസ് ഇത് കേൾക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ആൻസർ ഇത് ഈ വീഡിയോ പോസ് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ ആൻസർ ചെയ്യണമെന്നാണ്, കാരണം നിങ്ങൾക്ക് തെറ്റില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. കാരണം സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ലൈവുകളിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യം നമ്മുടെ വർക്ക് ബുക്കിലൊക്കെ എന്നിട്ട് ഓരോ ഫേസിനെ കുറിച്ചും ഇങ്ങനെയുള്ള തലതിരിച്ചും മറിച്ചും ഒക്കെ പല ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇനി അടുത്തൊരു ചോദ്യം, ലാർജ് കളർഫുൾ ഫ്രാഗ്രന്റ് ഫ്ലവേഴ്സ് വിത്ത് നെക്ടർ ഈസ് സീൻ ഇൻ. അതായത് ഈ ചോദ്യം കുറച്ചുകൂടി ഒരു ഇൻഡയറക്റ്റ് ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഐ മീൻ ഫൗണ്ടേഷൻ സ്റ്റുഡൻസിന് കേട്ടോ. നീറ്റ് എഴുതുമ്പോൾ +2 കഴിഞ്ഞ സ്റ്റുഡൻസിന് ഡയറക്റ്റ് ക്വസ്റ്റൻ ആയിട്ട് തന്നെ അനുഭവപ്പെടും, കാരണം അവർ ഈ ഏരിയാസ് ഒക്കെ കുറച്ചും കൂടി പഠിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഫൗണ്ടേഷൻ സ്റ്റുഡൻസിന് കുറച്ച് ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഇത് അനുഭവപ്പെടുക എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ പൊള്ളിനേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ആ പൊള്ളിനേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഇൻസെക്ട് പൊള്ളിനേഷനും അതിന് പ്ലാന്റ്സ് സ്വീകരിക്കുന്ന ചില വ്യത്യാസങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്, മോഡിഫിക്കേഷൻസ് ഒക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ അതേ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ വർക്ക് ബുക്കിൽ ഇത്തരം കാര്യങ്ങൾ പൊള്ളിനേഷനുമായി ബന്ധപ്പെട്ടുള്ള ഈ ഏരിയാസൊക്കെ നമ്മുടെ ക്വസ്റ്റ്യൻസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പഠിച്ച കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ സിമ്പിളായി ഇതിനും ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഉള്ളത് വളരെ നമ്മൾ ഫൗണ്ടേഷൻ സ്റ്റുഡൻസിനൊക്കെ ഡയറക്റ്റ് ആയിട്ട് തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഈ മാച്ച് ദ ഫോളോയിങ് കൊടുത്തിട്ട് മ്യൂച്വലിസം, കമൻസാലിസം, അമൻസാലിസം, അതുപോലെ തന്നെ പാരസൈറ്റിസം. അപ്പോൾ അതിൽ ഈ പ്ലസ് മൈനസ് 0 പ്ലസ് മൈനസ് എന്നൊക്കെ കൊടുത്തിട്ടുള്ള എന്താണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ ഫൗണ്ടേഷൻ സ്റ്റുഡൻസിന് ഓൾറെഡി അറിയുന്നുണ്ടാകും. അതായത് പ്ലസ് എന്ന് കൊടുക്കുന്നത് എക്കും ബിക്കും പ്ലസ് എന്ന് കൊടുക്കുന്നത് 2 പേർക്കും ബെനിഫിഷ്യൽ, അതുപോലെ തന്നെ ഒരാൾക്ക് ബെനിഫിഷ്യൽ മറ്റാൾക്ക് ഹാം, ഒരാൾക്ക് ബെനിഫിഷ്യൽ മറ്റാൾക്ക് ഹാമില്ല ഇല്ല, അങ്ങനെയുള്ള ആ രൂപത്തിൽ അതേ സെയിം കാര്യം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ലൈവ് ക്ലാസ്സുകളിലും അതുപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സുകളിലും നമ്മുടെ വർക്ക് ബുക്കിലൊക്കെ നിരന്തരം ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഈ ചോദ്യം എനിക്ക് തോന്നുന്നത് നമ്മുടെ ഫൗണ്ടേഷൻ സ്റ്റുഡൻസിന് എല്ലാവർക്കും കണ്ണുപൂട്ടി ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അത് വിശദീകരിച്ച് ഓരോ കാര്യവും ഓരോ ഇത്തരത്തിലുള്ള എക്കോളജിക്കൽ ഇൻട്രാക്ഷൻസും എടുത്ത് അത് ആർക്കാണ് ബെനിഫിഷ്യൽ ആണോ ഹാംഫുൾ ആണോ ആ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ നമ്മുടെ ക്ലാസ്സുകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതേപോലെ നമ്മുടെ വർക്ക് ബുക്കിലും അങ്ങനെയുള്ള ഒരുപാട് ഇത്തരത്തിലുള്ള എക്കോളജിക്കൽ ഇൻട്രാക്ഷൻസിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് ഫോവിയ ഐറിസ് ബ്ലൈൻഡ് സ്പോട്ട് സ്ക്ലീറ, അതിൻ്റെ മാച്ച് ഫോളോയിങ് കൊടുത്തിട്ട് അതെന്ത് ചെയ്തിട്ടുണ്ട്, അത് കൃത്യമായി മാച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇതും ഈ ഒരു പിന്നെ ഐയുമായി ബന്ധപ്പെട്ടുകൊണ്ടും അത്തരത്തിലുള്ള നമ്മുടെ സെൻസ് ഓർഗൻസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പിന്നെ 10ാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അത് ഐയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൻ്റെ പിന്നെ ഡീറ്റെയിൽസ് മാത്രമല്ല അതിൻ്റെ പല രൂപത്തിലുള്ള അതിൻ്റെ ഡിസോർഡേഴ്സും ഡിസീസസും ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മുടെ 10ാം ക്ലാസ്സിലെ പിന്നെ സ്റ്റേറ്റ് സിലബസിൽ ഓൾറെഡി എന്തുണ്ട് അത് കവർ ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ അത് ഈ രൂപത്തിൽ മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ട് കൂടി വരുമ്പോൾ അത് എത്രത്തോളം നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ഫൗണ്ടേഷൻ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഏത് രൂപത്തിൽ ഇങ്ങനെ
വന്നാലും അത് ആൻസർ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ അത്രത്തോളം ക്വസ്റ്റ്യൻസ് അവർ ഈ ഒരു വിഷയത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, കവർ ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനി അടുത്തത് വൈറ്റൽ കപ്പാസിറ്റി ഓഫ് ലങ്. നമുക്ക് പിന്നെ 9ാം ക്ലാസ്സിലാണ് നമ്മൾ ഈ ഒരു പിന്നെ ഭാഗം കവർ ചെയ്ത് പോകുന്നത്. നമ്മുടെ ബ്രീത്തിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് റെസ്പിറേഷൻ്റെ ചാപ്റ്ററിലൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വൈറ്റൽ കപ്പാസിറ്റിയും ടോട്ടൽ ലങ് കപ്പാസിറ്റിയും അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ വർക്ക് ബുക്കിൽ അത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വെച്ചാൽ ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ കുറച്ച് റാൻഡമായി പിക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഡയറക്റ്റ്ലി എന്ന് പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ ഫൗണ്ടേഷൻ സ്റ്റുഡൻസിന് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. എൻ്റെ ഒന്ന് ഫൗണ്ടേഷൻ സ്റ്റുഡൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇപ്രാവശ്യത്തെ നീറ്റ് ക്വസ്റ്റൻ എടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ എന്തായാലും അത് സഹായിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനി അതേപോലെ തന്നെ വാസ് ഡിഫറൻസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ വജൈന ബർത്ത് കനാലുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെയുള്ള ചോദ്യങ്ങൾ ഇതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഫൗണ്ടേഷൻ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. അതിൻ്റെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വർക്ക് ബുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ റെക്കോർഡ് ക്ലാസ്സിൽ ഇത് ഈ ഓൾറെഡി ഈ ഇത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ലൈവ് ക്ലാസ്സുകളിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഭാഗം വളരെ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ഈ പിന്നെ ഞാൻ 8ാം ക്ലാസ്സിൽ ഇതിൻ്റെ ഒരു മിനിയേച്ചർ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് പഠിക്കുന്നുണ്ട്. 10ാം ക്ലാസ്സിൽ ഇത് ഇതേപോലെ പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ 8ാം ക്ലാസ്സിലുള്ള സ്റ്റുഡൻസിന് തന്നെ ഇത് പിന്നെ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 10ാം ക്ലാസ്സിലുള്ള സ്റ്റുഡൻസിന് ഒരു സംശയം പോലും ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് അറ്റംപ്റ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ മാസൽസ്, അതുപോലെ തന്നെ ബ്ലഡ്, അങ്ങനെ പലതരം ടിഷ്യൂസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ മാച്ച് ദ ഫോളോയിങ് ചോദിച്ചിട്ടുണ്ട്. ഇതും നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ക്ലാസ്സുകളിലും ലൈവ് ക്ലാസ്സുകളിലും വർക്ക് ബുക്കിലൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളാണ് നമുക്ക് നമ്മുടെ ഫൗണ്ടേഷൻ സ്റ്റുഡൻസിന് വളരെ സിമ്പിളായി ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്, കുറേ എണ്ണുണ്ട്, ഞാൻ എല്ലാം കാണിക്കുന്നില്ല. അപ്പോൾ പൊതുവെ ഈ രൂപത്തിൽ നീറ്റിൻ്റെ പാറ്റേണൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതിൽ എന്തൊക്കെയാണ് ചോദിക്കുന്നത്, അതിൽ നമ്മുടെ ഹൈസ്കൂൾ സ്റ്റുഡൻസിന് കവർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് എന്തൊക്കെയാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് കൃത്യമായ രൂപത്തിലുള്ളൊരു സിലബസ് നമുക്ക് ഡിസൈൻ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഈ ഓരോ തവണ നീറ്റ് പരീക്ഷ കഴിയുമ്പോൾ നമ്മൾ നോക്കുന്നത് നമ്മൾ വിചാരിക്കുന്ന രൂപത്തിലൊക്കെ തന്നെയല്ലേ, ഇങ്ങനെയൊക്കെ തന്നെയല്ലേ നമ്മുടെ ഹൈസ്കൂൾ സ്റ്റുഡൻസിനെ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യിപ്പിക്കേണ്ടത് എന്ന് പരിശോധിക്കുമ്പോൾ കൂടുതൽ സന്തോഷം തന്നെയാണ് തോന്നുന്നത്. കാരണം അതേ പാറ്റേണിൽ തന്നെയാണ്, അതേ രൂപത്തിൽ തന്നെയാണ് ഈ നീറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അത് മനസ്സിലാകുമ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ എൻ്റെ ശബ്ദം കേൾക്കുന്ന XandYയുടെ ഫൗണ്ടേഷൻ സ്റ്റുഡൻസിനോട് പറയാനുള്ളത്, നിങ്ങൾ ആ ഒരു കാര്യം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു കോൺഫിഡൻസോട് കൂടി തന്നെ കൃത്യമായി ഫോളോ ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ക്ലാസ്സുകൾ കാണുക. തീർച്ചയായും അത് നിങ്ങൾക്ക് വലിയൊരു അസറ്റായി നിങ്ങൾ +1 +2ൻ്റെ പിന്നെ ആ ഒരു സമയത്താണ് ഇതിൻ്റെ ഒരു ഗുണം റിയലൈസ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതേപോലെ തന്നെ ആ ഒരു സമയത്ത് നിങ്ങളുടെ നീറ്റ് അല്ലെങ്കിൽ JEE ഏതാണോ നിങ്ങൾ പിന്നെ ആഗ്രഹിക്കുന്നത്, അതല്ല ഏത് മേഖലയിലേക്കാണോ നിങ്ങൾക്ക് പോകാൻ ആഗ്രഹിക്കുന്നത്, ആ ഒരു മേഖലയിലേക്ക് കുറച്ചുകൂടി ഫോക്കസ്ഡ് വർക്ക് ചെയ്യാൻ കൂടി നിങ്ങൾക്ക് ഈ ഒരു ഫൗണ്ടേഷൻ കൊണ്ട് സാധിക്കും. അത് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു ഗൗരവത്തിൽ നിങ്ങൾ മുന്നോട്ട് പോവുക. അതേപോലെ തന്നെ പാരൻസിനോടാണെങ്കിലും മറ്റ് സ്റ്റുഡൻസിനോടാണെങ്കിലും ഒക്കെ പറയാനുള്ളത്, ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സ്റ്റുഡൻസിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ എന്ത് ചെയ്യുക, അത് നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾ ട്രൈ ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു ഫൗണ്ടേഷൻ്റെ കൂടാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി ശ്രമിക്കുക. പാരൻസിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് ആയിരിക്കും ഇത്തരത്തിലുള്ള പിന്നെ ഒരു പാറ്റേണിലേക്ക് അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിലേക്ക് നിങ്ങളുടെ കുട്ടികളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആ രൂപത്തിൽ എന്ത് ചെയ്യുക, ആ രൂപത്തിൽ എല്ലാവരും ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടി മനസ്സിലാക്കാനും അല്ലെങ്കിൽ ഓർമ്മിക്കുവാനും കൂടി ഇത്തരം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസിൻ്റെ ഇടയിൽ നമുക്ക് സമയം കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ളത് കൂടിയാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നീറ്റുമായി ഈ കഴിഞ്ഞ നീറ്റിലെ ക്വസ്റ്റ്യൻസും ഹൈസ്കൂളിലെ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സിലബസും ഒന്ന് ജസ്റ്റ് കമ്പയർ ചെയ്ത ഒരു ചെറിയൊരു വീഡിയോ ആണ്. ഓക്കെ, താങ്ക് യു.